നമുക്ക് എളുപ്പത്തിലൊരു കടുമാങ്ങ ഉണ്ടാക്കിയാലോ? കാണുമ്പോൾ തന്നെ എന്താ ഭംഗി, അതുപോലെ തന്നെ രുചിയുമാണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ താരം. നമ്മുടെ ഈ താരം എന്താണെന്ന് മനസ്സിലായോ? കണ്ണിമാങ്ങ, കടുമാങ്ങ അച്ചാർ എന്ന് പറയും. ചിലർ കടുമാങ്ങ അച്ചാർ എന്ന് പറയുന്നത് വേറെ രീതിയിലുണ്ട് കേട്ടോ. ശരിക്ക് കടുമാങ്ങ അച്ചാർ അഥവാ കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയുന്നത്, കടുമാങ്ങ അച്ചാർ എന്ന് പണ്ടെല്ലാം പറയുന്നത് ഈ നമ്മുടെ ഇവനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അതിന് മുമ്പ് നമുക്ക് ഇവനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാട്ട്. ഇത് കാണാൻ പറ്റില്ല, പക്ഷേ ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ കടുമാങ്ങ അച്ചാറിനുള്ള കടുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതല്ല കേട്ടോ വേണ്ടത്. ഇത് നമ്മുടെ മൂവാണ്ടൻ മാങ്ങയുടെ കണ്ണിമാങ്ങ വീണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒടിച്ചെടുക്കാൻ പാകത്തുണ്ടെങ്കിൽ ഒടിച്ചെടുത്തിട്ട് നമുക്ക് ഈ പാകത്തിനുള്ള വലുപ്പമുള്ള മാങ്ങ കടുമാങ്ങ അച്ചാറാക്കി മാറ്റാം കേട്ടോ. അതെ, ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? ഇത്രയും വലിപ്പമേ പാടുള്ളൂ ശരിക്ക്. ചിലതൊക്കെ വലുതുണ്ട്, അസാരില്ല, ഇത്തിരി വലുതുണ്ട്, കുഴപ്പമില്ല. ശരിക്കാണെങ്കിൽ ഏറ്റവും കുഞ്ഞിത് നോക്കിയിട്ട് അതേ ഇങ്ങനെ ചുളുങ്ങി വന്നേക്കണുണ്ട്. ഇതേമാതിരി ചുളുങ്ങി വന്നെന്നാണ് പറയുക മാങ്ങ. അപ്പോഴാണ് നമ്മൾ കടുമാങ്ങയാക്കി മാറ്റണത് ഇതിന്. ഇനി നമുക്ക് ഇവനെ ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റി എടുക്കണം. അപ്പോൾ വെള്ളം നമുക്ക് കളയണ്ട, ആ വെള്ളം സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ വെള്ളം അരിച്ചെടുക്കാനുള്ള ഒരു പാത്രം, അരിപ്പ ഇവിടെ ഉണ്ട്. മാങ്ങ വേറെ പാത്രത്തിലേക്ക് ആക്കണം, വെള്ളം വേറെ പാത്രത്തിലേക്ക് ആക്കണം. ഇതൊന്ന് അരിച്ച് എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ കടുമാങ്ങ വെള്ളത്തിലിടുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിയ പൂപ്പൽ പോലെ പാട പോലെ വന്ന് കിടപ്പുണ്ടാവും. ആ പാട നമ്മൾ എടുക്കുന്ന സമയത്ത് മാറ്റി കളഞ്ഞാൽ മതി അങ്ങോട്ട്. പിന്നെ തീരെ പൂപ്പലില്ലാണ്ട്, പൂപ്പലല്ല പാടയില്ലാണ്ട് വൃത്തിയായിട്ടൊക്കെ, അതായത് കുറേ കാലമൊക്കെ വച്ചേക്കാനുള്ള മാങ്ങയൊക്കെയാണ്, നല്ല ഒറിജിനൽ ചന്ദ്രക്കാരൻ്റെ മാങ്ങയൊക്കെയാണ് കിട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് വെള്ളം തൊടാണ്ട് എടുക്കണം. വെള്ളം തൊടാണ്ട് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ കടുമാങ്ങയാക്കാൻ. അപ്പോൾ ഇതാ ഒക്കെ റെഡി. വെള്ളത്തിൽ നിന്ന് മാറ്റി. വെള്ളത്തിൽ എന്തെങ്കിലും അഴുക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോണേ, അതാണ് അരിച്ചെടുത്തത്. പിന്നെ ഇനി ഈ മാങ്ങ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നോക്കണം. ഇവൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒന്ന് അലുത്തു പോയ മാങ്ങയൊക്കെ ഉണ്ടാവും. അങ്ങനെ അലുത്തു പോയ മാങ്ങ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ മതി, കളയൊന്നും വേണ്ട കേട്ടോ. അതെന്ത് ചെയ്യാമെന്നറിയോ? ഇത്തിരി പച്ചമുളകും കൂട്ടിയിട്ട് തിരുമ്പി അല്ലെങ്കിൽ കാന്താരിമുളകും കൂട്ടി ഉടച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ചോറിന്. ഇത്തിരി വലിയ മാങ്ങയാണെങ്കിലും എന്താ ഇങ്ങനത്തെയൊക്കെ മാങ്ങയാണെങ്കിൽ വെറുതെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയും മുളകും കൂടെ ഉടച്ചിട്ട് നല്ലോണം അരിഞ്ഞ് വരണം. ആ സമയം വരെ ഇട്ട് വെച്ചിട്ട് ഉടച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിതിൽ ഏതെങ്കിലും അലിഞ്ഞതുണ്ടോ? ഇത് കണ്ടോ, അലിഞ്ഞു പോയതിനെയൊക്കെ മാറ്റാം. അല്ലെങ്കിൽ കടുമാങ്ങ ഇടുമ്പോൾ അത് അലുത്തു പോകും. കടുമാങ്ങയ്ക്ക് ശരിക്കും കറുമുറ കിടക്കണം മാങ്ങ വേണമെന്നാണ്. ഇത് കളയുണ്ടാന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെയാക്കാം. അയ്യോ കളഞ്ഞല്ലോ, അപ്പോൾ അത്രയും നഷ്ടമായല്ലോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. താഴെ വീണുകൊണ്ട് പൊട്ടിയതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ളതും നോക്കാണ്ടാണ് നമ്മൾ ഉപ്പിലേക്ക് ഇടുന്ന സമയത്ത് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നെ. നേരിട്ട് മാവിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇവൻ്റെ അലുത്തൂന്ന് കണ്ടതൊക്കെ, ഒരുവിധം അലുത്തൂന്ന് കണ്ടതൊക്കെ മാറ്റി നമുക്കിതിനെ ഉപ്പും മുളകും കൂട്ടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ ശരിക്കും വേണ്ടത്. ചന്ദ്രക്കാരൻ മാങ്ങയുടെ കണ്ണിമാങ്ങയാണ്. അതിനൊരു പ്രത്യേക മണം തന്നെയാണ്. ഇത് മണമെന്നറിയോ ഇതിൻ്റെ? ആ മണം അടിച്ചാൽ മതിയല്ലോ. അത് ഈ കടുക്കാച്ചി മാങ്ങ എന്തോ പേര് പറയും അതിന് വേറെ നാട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ കണ്ണിമാങ്ങയാണ് ശരിക്കും വേണ്ടത്. ഇത്രയും കൂടെ നീളം ഉണ്ടാവും ഇതിൽ. ഇത് മൂവാണ്ടൻ്റെ അല്ലേ. അപ്പോൾ ഇത്രയും കൂടെ നീളത്തിലുള്ള ഒരു മാങ്ങയാണ് ചന്ദ്രക്കാരൻ്റെത്. ഇനി അപ്പോൾ അതെ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കണം കാണാം. നമ്മുടെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഇവനാണ് കേട്ടോ. കടുമാങ്ങ എന്നല്ലേ പറയുന്നത്. അപ്പോൾ കടുക് തന്നെ വേണം. ഇത് 100 ഗ്രാം കടുകാണ്. പിന്നെ കുറച്ച് മാങ്ങ വേറൊരു പാത്രത്തിൽ ഉപ്പിലിട്ട് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഇത്രയും പൊങ്ങിയത് കേട്ടോ.
അപ്പോൾ അതിലേക്ക് ഏകദേശം പകുതി കടുക് എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ചെടുക്കാം നമുക്ക്. ഇവനിവിടെ ഇരിക്കട്ടെ. ഇതിനെ നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ പൊടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഉണ്ടാക്കണ കാണാം. റെഡിയാക്കി വെച്ചേക്കണ മാങ്ങ ഈ പാത്രത്തിലേക്ക് ഇടാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ കടുക് കുട്ടിയെ പൊടിച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുക കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കിലോ മുളക് പൊടി വേണ്ടി വരും. നല്ല എരിവ് വേണ്ട സാധനമാണ് ഈ കടുമാങ്ങ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചില്ലേ ഈ മാങ്ങയുടെ വെള്ളം, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. വെള്ളം ചാറ് ഒരുപാട് വേണമെന്നുള്ളവരാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. അതനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കായപ്പൊടിയോ ഉലുവാപ്പൊടിയോ ഒന്നും വേണ്ട, കടുമാങ്ങയാണിത്. ഈ 2 കൂട്ടവും, അതായത് കടുക് പൊടിച്ചതും മുളകും പൊടിച്ചതും ഉപ്പ് മൂന്നാമത് ഒരു സാധനം, ഇത്രയും മതി നമ്മുടെ കടുമാങ്ങയ്ക്ക്. ഇത് ഒരാഴ്ച വെച്ചിരുന്നാൽ കൂട്ടാം, കാരണം നമ്മൾ എളുപ്പത്തിൽ കൂട്ടാൻ പാകത്തിനാണ് ഇട്ടേക്കണേ. യഥാർത്ഥത്തിലുള്ള കടുമാങ്ങയാണെങ്കിൽ ആ മാങ്ങയുടെ ഞെട്ടൊടിച്ച ചോന വരെ നമുക്ക് ഇടുന്ന ഭരണിയിലേക്ക് വീഴാൻ പാകത്തിന് വേണം ഒടിച്ചിടാൻ. വെള്ളമെല്ലാം തൂത്ത് കളഞ്ഞ് ഒട്ടും വെള്ളം ഇല്ലാണ്ട് ആ ചോനയും അതിൽ വീഴണം, എന്നാലാണ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് വീണ് കിട്ടിയ മാങ്ങയൊക്കെ അല്ലേ, എന്നാലും നല്ലതാട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ എല്ലാ കൊല്ലം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇവിടെയുള്ളവർ വെള്ളം തപ്പി നടക്കണവരായതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ആ മാങ്ങയുടെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇത് സെറ്റാവട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം ഇത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കടുമാങ്ങ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.